അറഫയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തതുമായ ഹജ്ജത്തുൽ വിദാ. ആ സന്ദർഭത്തില് ഈ വേപ്പ് മരങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ ആ രീതിയില് ആ ത്യാഗത്തിന്റെ തീച്ചൂളയിലാണ് ഈ ഹജ്ജ്. അതിന്റെ ആത്മാവാണത്. തീർച്ചയായിട്ടും നാളെ നമ്മളൊക്കെ മഹ്ശറയില് ഒരുമിച്ച് കൂട്ടുന്നതിന്റെ ഒരു പ്രതീകമായിട്ട് കൂടിയാണ് ഈ അർഫ സംഗമത്തെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അൽ ഹജ്ജു അറഫ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഹജ്ജ് എന്നാൽ അറഫയാണ്. അറഫ ഇല്ലാത്തവന് ഹജ്ജില്ല. അതുപോലെ ഒരു മനുഷ്യൻ അവന്റെ അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ നടത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന ഈ അറഫയിലെ പ്രാർത്ഥനയാണ്. പടച്ച തമ്പുരാൻ നരകത്തിൽ നിന്ന് ഏറ്റവും അധികം ഇതക്ക് ചെല്ലുന്ന, നരകമുക്തി നൽകുന്ന ദിവസവും ഈ അറഫ ദിവസമാണ്. ഹജ്ജിന്റെ മർമ്മം, ഹൃദയമാണ് ശരിക്ക് അറഫ നൃത്തം. ഹജ്ജിന് 4 റുക്കുനുകളാണുള്ളത്. ഈ റുക്കുനുകളിൽ ഒന്ന് ഒഴിവായാൽ പോലും ഹജ്ജ് പിന്നീട് വേറെ രണ്ടാമത് നിർവഹിക്കുക എന്നല്ലാതെ അതിന് ഫിദിയയുടെ പരിപാടി ഇല്ല. ഇഹ്റാം, അതുപോലെ അർഫ നൃത്തം, തവാഫുൽ ഇഫാദ, അതുപോലെ സഅയ്, ഈ 4 എണ്ണമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇൽ ആദ്യമായിട്ട് ഹജ്ജ് ഖുതുബ ആദ്യമായിട്ട് നിർവഹിക്കുക ഖുതുബയാണ്. ഹജ്ജ് ഖുതുബയും ശേഷം അറഫയിലുള്ള അറഫാത്ത് സർമൺ എന്ന് പറയുന്ന അറഫാത്ത് ഖുതുബ നിർവഹിച്ച ശേഷം ളുഹ്ർ നമസ്കാരവും അസ്ർ നമസ്കാരവും ളുഹ്റിന്റെ സമയത്ത് ഒരു ഭാഗം 2 ഇഖാമത്തുമായിട്ട് ജമ്മ് കസ്റായിട്ട് ളുഹ്ർ 2 ശേഷം ഒരു ഇഖാമത്തോടു കൂടി അസ്ർ 2 റക്അത്തായിട്ടാണ് നമസ്കരിച്ചത്. ഇത് നമ്മൾ പോകുന്ന നമിറ മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്തായിരുന്നു റസൂലുള്ളാഹി ഹജ്ജത്തുൽ വിദാഇല് ഖുതുബത്തുൽ വിദാ ഫെയർവെൽ സ്പീച്ച് നടത്തിയത്. നമസ്കരിച്ചതും അവിടെ വെച്ച് തന്നെയായിരുന്നു. പിന്നീട് റസൂലുള്ളാഹി ഇങ്ങോട്ട് വരികയാണ്. ഈ ജബലുർ റഹ്മയുടെ കീഴെ ഈ പാറക്കൂട്ടങ്ങൾക്കിടയിൽ തസ്വ എന്ന തന്റെ പ്രിയ ഓമന ഒട്ടകപ്പുറത്ത് ഇരുന്നു കൊണ്ടാണ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചത്. പിൽക്കാലത്ത് ഇവിടെ ഒരു മസ്ജിദ് ഉണ്ടായിരുന്നു. അടുത്ത കാലം വരെ ആ മസ്ജിദ് പിന്നീട് പൊളിച്ചു പോവുകയാണ് ചെയ്തത്. അത് റസൂലുള്ളാഹി നിന്ന സ്ഥാനത്തായിരുന്നു ആ മസ്ജിദ് എന്നാണ്. മസ്ജിദ് സഹ്റ, പാറ എന്നർത്ഥമുള്ള മസ്ജിദ് സഹ്റ എന്നായിരുന്നു ആ മസ്ജിദിന്റെ പേര്. പിന്നെ ഈ ജബലുർ റഹ്മയെ കുറിച്ചുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത്, ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ തന്നെ പറയുന്നത്, ആദം നബിയും ഹവ്വ ബീവിയും സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കൃതരായി ഭൂമിയുടെ 2 ഭാഗങ്ങളിൽ, ഒരാൾ സിലോണിലാണെന്നും ശ്രീലങ്കയിൽ ഇന്നത്തെ ഹവ്വ ജിദ്ദയിലാണെന്ന് പറയപ്പെടുന്നത്, അവരുടെ പുനഃസമാഗമം ഉണ്ടായത് ഈ ജബലുർ റഹ്മയിൽ നിന്നാണ് കൂടുതലായിട്ടും ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാരുണ്യത്തിന്റെ ഈ മലയാണത്. നമ്മളൊക്കെ ഈ വർഷങ്ങളായിട്ട് ഈ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ അറഫ ദിവസം അറഫ മൈതാനം നനഞ്ഞു കുതിർന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. കണ്ണീരുകൊണ്ട് ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന ഈ മഹത്തായ ഈ ഭൂമിയിൽ, ഈ പുണ്യഭൂമിയിൽ തീർച്ചയായിട്ടും ഇത് ഈ നമ്മുടെ ഈ സംഗമവും ഒരു സാലിഹാമലായി പടച്ച തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. തീർച്ചയായിട്ടും ഈ മണ്ണിൽ വീണ കണ്ണീരിൽ ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ച ആ പ്രാർത്ഥനകളിൽ പിൻഗാമികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടാകും. ആ പിൻഗാമികളുടെ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ട ഒരു കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെട്ടുമാറാകട്ടെ എന്ന് പറയുകയാണ്. ഈ വെയിലിന്റെ ചൂടത്ത് വിശദമായ സംഭാഷണത്തിന് പ്രസക്തിയില്ല എന്ന് മനസ്സിലാക്കിയാണ്. അസ്സലാമു അലൈക്കും.